ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഷ ക്രിയേഷൻസ്. എല്ലാ കൂട്ടുകാർക്കും ഇഷ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ക്രാഫ്റ്റ് വർക്കായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ കാണുന്ന പഴയ പാരച്ചൂടിൻ്റെ കുപ്പികൾ കൊണ്ട് ഇന്നൊരു ഫ്ലവർ പോട്ടാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പം നമ്മുടെ സ്മൈലിയുടെ ഷേപ്പിൽ ഇൻഡോർ പ്ലാന്റ്സ് വെക്കാൻ പറ്റിയ ഫ്ലവർ പോട്ടുകൾ എങ്ങനെ നിർമ്മിക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ പഴയ ഒരു പാരച്യൂട്ടിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് കളർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് മോജിയുടെ കളർ എന്ന് പറഞ്ഞാൽ യെല്ലോ കളറാണല്ലോ, അപ്പോൾ ആ ഒരു കളർ തന്നെയാണ് ഞാനിവിടെ അടിക്കുന്നത്. അപ്പോൾ യെല്ലോ പെയിൻറ്റ് ഞാനിവിടെ നല്ല തിക്കായിട്ട് തന്നെ അടിക്കുന്നുണ്ട്. ആദ്യം ഞാനൊരു കോട്ട് അടിച്ചിട്ട് അതൊന്ന് ഉണങ്ങിയതിന് ശേഷം അടുത്തൊരു കോട്ട് കൂടെ അടിക്കുന്നുണ്ട്. അപ്പം ഞാനിത് ഫുള്ള് കംപ്ലീറ്റ് അടിച്ചതാണിത്. 2 കോട്ടോളം ഞാൻ അടിച്ച് ഉണക്കി എടുത്തതാണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ലേസാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലേസ് ഇല്ലെന്ന് പറഞ്ഞാൽ സാരമില്ല. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഒന്നുകൊണ്ട് ഒരു എടുപ്പ് വരാൻ വേണ്ടിയാണ് ഞാൻ ഈ ലേസ് ഒട്ടിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫേസ് മോജിയുടെ ഫേസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ഫേസാണ് ഞാനിന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ കുപ്പിയിലോട്ട് ഈ പിക്ചർ വരച്ചു കൊടുക്കാം. വരയ്ക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളർ പെയിൻ്റാണ്. അതിൻ്റെ കൂടെ ഒരു തീരെ കനം കുറഞ്ഞ ഒരു ബ്രഷും എടുത്തിട്ടുണ്ട്. ആദ്യം ഞാനിവിടെ കണ്ണാണ് വരയ്ക്കുന്നത്. വളരെ എളുപ്പമാണ് ഇത് വരച്ചെടുക്കാൻ. അതുകൊണ്ട് ഞാനൊരു ചെറിയ ഔട്ട്ലൈൻ കൊടുത്തിട്ട് പിന്നെ ഞാനത് തിക്കായിട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പിക്ചറെ നോക്കി ഞാൻ നമ്മുടെ ഫേസിൻ്റെ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് പഴയ ബുക്കിൻ്റെയൊക്കെ കട്ടിയുള്ളൊരു പേപ്പറാണ്. അത് ഞാനിവിടെ ഒരു ഹാർട്ട് ഷേപ്പിൽ, ഒരു 3 ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു റെഡ് കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 3 എണ്ണം ഞാൻ ഇതേപോലെ കളർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടിക്കേണ്ട ഭാഗത്തൊക്കെ നമുക്ക് പശ തേച്ച് കൊടുക്കാം. അതിനുശേഷം ഹാർട്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തത് നമ്മുടെ ഫേസിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്നാണിത്. അപ്പോൾ ഇതേ രീതിയിൽ ഞാനൊരു 5 ഫേസ് മോജിയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ചെയ്ത് കഴിയുമ്പോൾ. ഇനി നമുക്കിത് ഇൻഡോർ പ്ലാന്റ്സ് ഡെക്കറേഷന് വേണ്ടി റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ മണി പ്ലാന്റ് ആണ് അതിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രീതി മാത്രമല്ല ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് കുട്ടികളുടെ പെൻസിൽ ഇടാനോ അല്ല ഷോ പീസായിട്ട് വെക്കാനോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കൊച്ചു ക്രാഫ്റ്റ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വ്യത്യസ്തമായ വീഡിയോകളുമായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെ ബൈ.